സംസ്ഥാനത്ത് ഏകദേശം 8,000 മെഗാവാട്ട് ശേഷിയുള്ള പുതിയ പദ്ധതികൾക്ക് തുടക്കമിടാൻ കെ.എസ്.ഇ.ബി. ടെൻഡർ നടപടിയിലേക്ക് കടക്കുന്നു. കെ.എസ്.ഇ.ബിയിലെ ഉദ്യോഗസ്ഥരെ കൊണ്ട് DPR തയ്യാറാക്കുന്നതുൾപ്പെടെയുള്ള ജോലികൾ പൂർത്തിയാക്കാൻ കാലതാമസം നേരിടുന്നതിനാൽ ട്രാൻസാക്ഷൻ അഡ്വൈസറായി SBI ക്യാപിറ്റൽ മാർക്കറ്റ്സ് ലിമിറ്റഡിനെ ചുമതലപ്പെടുത്തിയേക്കും. നിലവിൽ പവർ ഫിനാൻസ് കോർപ്പറേഷൻ, സോളാർ കോർപ്പറേഷൻ ഇന്ത്യ തുടങ്ങിയ സ്ഥാപനങ്ങളാണ് വിവിധ പദ്ധതികൾക്കായി കെ.എസ്.ഇ.ബിയുടെ ട്രാൻസാക്ഷൻ അഡ്വൈസർ ചുമതല കൈകാര്യം ചെയ്യുന്നത്. പരമാവധി ജലവൈദ്യുതി, പമ്പഡ് സ്റ്റോറേജ്, കാറ്റിൽ നിന്നുള്ള വൈദ്യുതി പദ്ധതികൾ 2026 മുമ്പ് കരാർ ഉറപ്പാക്കുന്നതിലേക്ക് എത്തിക്കാനാണ് സാധ്യത. വിശദ പദ്ധതി രേഖ തയ്യാറാക്കൽ, കൃത്യതയോടെ ടെൻഡർ രേഖകൾ തയ്യാറാക്കൽ, ടെൻഡർ ക്ഷണിക്കൽ എന്നിവയുൾപ്പെടെ ജോലികൾക്കായി ട്രാൻസാക്ഷൻ അഡ്വൈസറെ ചുമതലപ്പെടുത്തുന്നത്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിച്ച ജലം സൗരോർജ്ജം ഉപയോഗിച്ച് പമ്പ് ചെയ്ത് റിസർവോയറിൽ എത്തിച്ച് ആവശ്യമുള്ളപ്പോൾ വീണ്ടും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതാണ് പമ്പഡ് സ്റ്റോറേജ് പദ്ധതി. 2026 മാർച്ച് 31 മുമ്പ് കരാറാകുന്ന വൻകിട വൈദ്യുതി പദ്ധതികൾക്ക് അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ളവയ്ക്ക് കേന്ദ്ര സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ നിക്ഷേപ മാതൃകകൾ സംബന്ധിച്ച ശുപാർശ SBI ക്യാപ്സ് കെ.എസ്.ഇ.ബിക്ക് കൈമാറിയിട്ടുണ്ട്. ഇതേക്കുറിച്ച് പഠിച്ച് നിബന്ധനകളുടെ കരട് തയ്യാറാക്കാൻ കെ.എസ്.ഇ.ബി മാനേജ്മെന്റ് ഉപസമിതിയെ നിയോഗിച്ചു. പണം മുടക്കി പദ്ധതിയുടെ നിർമ്മാണവും നിശ്ചിത കാലയളവിലേക്കുള്ള പ്രവർത്തനവും കൈകാര്യം ചെയ്യലും കരാർ അടിസ്ഥാനത്തിൽ മറ്റ് ഏജൻസികളെ ഏൽപ്പിക്കുകയും അവരിൽ നിന്ന് മുൻകൂട്ടി നിശ്ചയിക്കുന്ന താരിഫിന്റെ അടിസ്ഥാനത്തിൽ കെ.എസ്.ഇ.ബി വൈദ്യുതി വാങ്ങുകയും ചെയ്യുന്ന രീതിയിലുള്ള നിക്ഷേപമാണ് കെ.എസ്.ഇ.ബി ആഗ്രഹിക്കുന്നത്. കെ.എസ്.ഇ.ബിയുടെ താൽപര്യങ്ങൾ അറിയുന്നതിന് നിക്ഷേപക സംഗമം വിളിച്ചു ചേർത്ത് ചർച്ചയും ചെയ്യും. പുതിയ പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നതിൽ ഒരു വിഭാഗം കെ.എസ്.ഇ.ബി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് തുടർച്ചയായി വീഴ്ചയുണ്ടാകുന്നുവെന്ന് കെ.എസ്.ഇ.ബി മാനേജ്മെന്റ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ വിമർശിച്ചിരുന്നു. മഞ്ഞപ്പാറ, മുതിരപ്പുഴ പമ്പഡ് സ്റ്റോറേജ് പദ്ധതിക്ക് മാസങ്ങൾക്ക് മുമ്പേ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയെങ്കിലും DPR ഇതുവരെ തയ്യാറായിട്ടില്ല. പാത്രക്കടവ് പദ്ധതിക്കു വേണ്ടി വനം വകുപ്പിന്റെ അനുമതി നേടാൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അതിന് കത്തയച്ചത് കഴിഞ്ഞ മാസമാണ്. ഇത്തരം നിരുത്തരവാദപരമായ നീക്കങ്ങൾ പദ്ധതികൾ വൈകിപ്പിക്കുന്നു എന്നാണ് കെ.എസ്.ഇ.ബി മാനേജ്മെന്റിന്റെ വിലയിരുത്തൽ.